വിജയുടെ ഗോട്ട് സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർ മാത്രം ഈ വീഡിയോ കാണുക. കാരണം സ്പോയിലേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. എനിക്കിതിൽ ഏറ്റവും വളരെ മോശപ്പെട്ട സിനിമ എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ആവറേജ് ഫീല്. ഫാൻസിന്റെ കൂടെയാണ് കണ്ടിട്ടുള്ളത്. 4 മണിക്കുള്ള ഷോ ആണ്. അപ്പൊ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയണമെന്ന് തോന്നിയിട്ടുണ്ട്. വെങ്കട് പ്രഭു എന്താണ് ഉദ്ദേശിച്ചത്, അതായത് ഇതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. കാരണം അജ്മൽ വരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഒരു സോങ്, അതായത് നായികയുടെ കൂടെ സോങ്, അതുപോലെ തന്നെ ഇതിലെ നായിക മരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഒരു ഐറ്റം സോങ്, നമുക്ക് ആ ഒരു ഇമോഷണലി കണക്ട് ആകുന്ന ആ ഒരു സമയം കൊണ്ടുവച്ച് ഐറ്റം സോങ് വെക്കുക, നായികയുടെ കൂടെ സോങ് വെക്കുക എന്ന് പറയുന്നത് എന്തൊരു മിസ്പ്ലേസ് ആണ്. അതായത് നമുക്ക് വളരെ അരോചകമായിട്ട് തോന്നുന്നുണ്ട്. കാരണം അവിടെ ഒരാൾ മരിക്കുന്നുണ്ട്, അവിടെ ഇമോഷണൽ ആയിട്ട് നിൽക്കുന്ന ആ സമയത്ത് നമുക്കൊന്ന് കണക്ട് ആകാനുള്ള സമയം തരുന്നില്ല. ഒരാവശ്യവും ഇല്ലാത്ത സോങ് കൊണ്ടുവന്ന് സിനിമയെ നശിപ്പിച്ചതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ വില്ലന്റെ കാസ്റ്റിംഗ്, അതായത് ഇതിൽ വിജയ് വില്ലൻ കഥാപാത്രം ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇതിലെ മെയിൻ ആയിട്ടുള്ള വില്ലൻ മേനോനായിട്ട് അഭിനയിച്ചിട്ടുള്ള ആളുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസും അതൊക്കെ നമുക്ക് വളരെ ഇറിറ്റേഷൻ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്റെ ഒപ്പീനിയൻ ആണ്. അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ഇതിലെ ട്വിസ്റ്റ്, അതായത് പ്രഭുദേവ റിവീൽ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർ മാത്രം ഇത് കാണുക എന്നുള്ളത്, സ്പോയിലർ ഉണ്ടെന്ന്. അപ്പൊ നിങ്ങൾ പ്രഭുദേവയുടെ ആ ഒരു റിവീലിംഗ് സീനിലൊക്കെ ഒരു ഇല്ലാത്തൊരു പഞ്ചൊന്നും ലഭിക്കുന്നില്ല. അതായത് ഇതിലെ ട്വിസ്റ്റുകളൊക്കെ പ്രെഡിക്റ്റബിൾ ആണ്. അതിനിപ്പോ പ്രെഡിക്റ്റബിൾ അല്ലെങ്കിൽ പോലും നമ്മളെ വല്ലാണ്ട് ഒരു രോമാഞ്ചം തരുന്ന ഒരു ട്വിസ്റ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല. എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട്. അവസാനം SK വരുന്ന സമയത്ത് മാക്സിമം ഉപയോഗിച്ചതായിട്ട് തോന്നിയിട്ടില്ല. പിന്നീട് തലയുടെ ഒരു ഗസ്റ്റ് അപ്പീരിയൻസ്, അതായത് ധോണിയുടേതാണ്. അതിൽ പേര് പറയുന്ന സമയത്ത് തല അജിത്താണോ തല ധോണിയാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ കൊടുത്തത് അടിപൊളിയായിട്ടുണ്ട്. ഏതായാലും നിങ്ങൾക്ക് ഈ സിനിമയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക.